എൻ്റെ പേര് ഫ്രെഡി. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ തണ്ടിലം ഇടവകയിൽ പുലിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്നു. എനിക്ക് ഭാര്യ ജസ്റ്റീന, മക്കൾ 4 പേര്. മൂത്താള് അനശ്വര ക്ലെയർ, രണ്ടാമത്തെ ആള് അർപ്പിത എലിസബത്ത്, മൂന്നാമത്തെ ആള് അമല ജിയൻ, നാലാമത് ആർദ്ര തെരേസ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പനും അമ്മയും അനിയൻ്റെയും ഫാമിലിയുടെ കൂടെ താമസിക്കുന്നു. മൂത്തയാള് അനശ്വര ക്ലെയർ. അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 14 വയസ്സ്. അവളുടെ പ്രത്യേകത പഠനത്തോട് വലിയ ഇഷ്ടമാണ്. അപ്പം ഓരോ ദിവസവും വന്നു കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ചതെല്ലാം പഠിച്ച് തീർത്തിട്ടേ അവൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് മാത്രമല്ല 4 പേരിലും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലുള്ളത് അവളാണ്. ബാക്കി 3 പേരെ നിയന്ത്രിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്വാളിറ്റി അവൾക്കുണ്ട്. രണ്ടാമത്തെ ആൾ അർപ്പിത എലിസബത്ത്. ശരിക്കും അർപ്പിതയ്ക്ക് ഇപ്പോൾ അവൾക്ക് 12 വയസ്സാണ്. മൂത്തയാളുടെ 2ാം ബർത്ത്ഡേയുടെ അന്നാണ് രണ്ടാമത്തെ ആൾ ജനിച്ചത്. അപ്പോൾ അന്ന് മുതലേ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ്. മൂത്തവർ 2 പേരും. അപ്പോൾ രണ്ടാമത്തോള് എല്ലാ കാര്യത്തിനും മൂത്തോള് കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. മൂത്തയാളെക്കാളും കൂടുതൽ സോഷ്യലൈസ് ചെയ്യുന്നത് രണ്ടാമത്തെ ആളാണ്. ഡാൻസിനോട് നല്ല ഇഷ്ടമാണ്, പിന്നെ കീബോർഡ് വായിക്കും. മൂന്നാമത്തെ ആൾ അമല ജിയൻ. അമല 4 വയസ്സിന് ഇളയതാണ് അർപ്പിതയെക്കാളും. അവൾക്ക് ഇപ്പോൾ 8 വയസ്സ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ പ്രത്യേകത വളരെയധികം സ്നേഹമുള്ള കുട്ടിയാണ്, വളരെ നിഷ്കളങ്കയാണ്. അപ്പോൾ കള്ളത്തരമൊന്നും അറിയില്ല. അത് കാരണം തന്നെ ഞങ്ങളുടെ നിന്ന് കൂടുതൽ വഴക്ക് വാങ്ങുന്നത് അവളാണ്. ഒന്നിനും മറച്ചു വയ്ക്കാൻ അവൾക്ക് അറിയില്ല. അപ്പോൾ അവളല്ല തെറ്റ് ചെയ്തെങ്കിൽ പോലും അവളത് പറയില്ല, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയില്ല. എല്ലാ വഴക്കും കേൾക്കുന്ന ഒരാളാണ് മൂന്നാമത്തെ ആള്. വീട് മുഴുവൻ ആക്റ്റീവ് ആക്കുന്നത് മൂന്നാമത്തെ ആളാണ്. മൂന്നാമത്തെ ആൾ വന്ന് തോണ്ടി ഒന്ന് പിച്ചി, അപ്പോഴാണ് വീട് ആക്റ്റീവ് ആകുന്നത്. ആള് വളരെ എല്ലാവരോടും പെട്ടെന്ന് സോഷ്യലൈസ് ചെയ്യും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം സ്കൂളിൽ അമലയുടെ ക്ലാസ്സിൽ ചെന്ന് കയറുമ്പോഴേ അറിയാം, എല്ലാവരും വന്ന് ഓടി വന്ന് ആ അമല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ഒരു പ്രകൃതമാണ്. അത്രയധികം ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് അമല. 4ാമത്തെ ആൾ ആർദ്ര തെരേസ്. ഇപ്പോൾ LKG-യിലായിട്ടേ ഉള്ളൂ, 4 വയസ്സ്. അവള് ബാക്കി 3 പേരോടും കൂടി വളരെ ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ വീട്ടിലില്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ചേച്ചിമാരുടെ സപ്പോർട്ടോടു കൂടി എല്ലാം ചെയ്ത് എന്നെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അവളും നന്നായി ഡാൻസ് ചെയ്യും. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺമക്കളാണ്. എന്നിട്ടും എനിക്ക് പലപ്പോഴും ഒരു ഏകാന്തത ഫീൽ ചെയ്തിരുന്നു, 3 പേരുണ്ടായിട്ട് പോലും. അപ്പോൾ ശരിക്കും എനിക്ക് വീട്ടിൽ കൂടുതൽ ആൾക്കാരുള്ളതായിരുന്നു പണ്ട് മുതലേ ഇഷ്ടം. പിന്നെ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ ആദ്യമേ എന്നോട് ആവശ്യപ്പെട്ടത് നമുക്കൊരു വലിയ കുടുംബം വേണം, ഒരു 5 മക്കളെങ്കിലും വേണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് പൂർണ്ണ യോജിപ്പ് തന്നെയായിരുന്നു. മക്കളെ കൂടുതൽ വേണം. ചെറുപ്പത്തിലൊരു പഠിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ ജീവിതം പൂർണ്ണമാകുന്നത് മാതൃത്വത്തിലാണെന്ന്. അന്ന് മുതലേ എനിക്ക് വലിയ ആഗ്രഹമാണ് കുറേ കുട്ടികളുടെ അമ്മയാവണമെന്നുള്ളത്. അപ്പോൾ അത് ആദ്യമേ എടുത്തൊരു തീരുമാനം. എനിക്ക് പണ്ട് തൊട്ടേ പറഞ്ഞ പോലെ കൂടുതൽ മക്കൾ വേണമെന്നുള്ളതാണ്. എനിക്ക് 12 പേരെന്നൊക്കെയായിരുന്നു ആഗ്രഹമായിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെറുപ്പം മുതലേ ജിസ്യൂത്തിൽ കയറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്കാണ് ഞാൻ സ്വാഭാവികമായിട്ടും എത്തിപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, എല്ലാ മേഖലയിലും നമ്മുടെ മക്കൾ ഉണ്ടാവണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ കല്യാണം കഴിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു, അവളും അതിനോട് സഹകരിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ മാക്സിമം തമ്പരം തരുന്ന മക്കളെല്ലാം സ്വീകരിക്കും എന്നുള്ള, ഏത് അവസ്ഥയിൽ കിട്ടുന്ന മക്കളാണെങ്കിലും സ്വീകരിക്കും എന്നുള്ള ഉറപ്പോട് കൂട്ടിയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഈ 4 പേരായാലും എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്കും ഓരോ മക്കളുണ്ടാകുമ്പോഴും അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ സാമ്പത്തികം ഒരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സാമ്പത്തികം എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അല്ലെങ്കിൽ കണ്ടെത്താം എന്നുള്ളൊരു എയിം നമുക്ക് സ്വാഭാവികമായിട്ട് ഓരോരുത്തർ വരുമ്പോഴുണ്ടാവും. അത് സാമ്പത്തികം ഒരിക്കലും മക്കളുടെ കേസിൽ നമുക്കൊരു വിലങ്ങുതടിയായിട്ട് വന്നിട്ടില്ല. നമ്മൾ മാക്സിമം മക്കളാവും തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും, അല്ലെങ്കിൽ നമ്മളെ ഓരോ ടോക്കിലൊക്കെ കേൾക്കുന്ന പോലെ അഭിവൃദ്ധി തന്നെയാണ്. നമുക്ക് സാലറി ആയിട്ട് കൂടേണ്ടതാണെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഓരോ മക്കളാകുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത്. ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്ക് ഇതിലിടയിൽ വന്നിട്ടുള്ളൂ. കാരണം മൂത്താളിനെ 4 ആളാകുമ്പോൾ മൂത്താളോടുള്ള അടുപ്പം അവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നല്. പിന്നെ അത് അവരാണെങ്കിലും അത് മേക്കപ്പ് ചെയ്ത് അവർ തമ്മിൽ പരസ്പരം ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, നേഴ്സാണ്. അതിൻ്റെ കൂടെ എൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ MSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മൂത്ത മോള്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ 2 പേരുടെയും പാരൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പഠിക്കാനാണെങ്കിലും അസൈൻമെൻറ്റ്സ് വയ്ക്കാനാണെങ്കിലും ഒന്നിനൊരു ലാഗും വന്നിട്ടില്ല മക്കളുള്ളതിൻ്റെ പേരിൽ. അവരും അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും അറിയാം ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ മക്കളാകും തോറും അവർ കൂടുതൽ സഹകരണ മനോഭാവത്തിലേക്ക് വരും. അവർ തമ്മിലുള്ളൊരു യോജിപ്പ് കൂടി കൂടി വരികയാണ്. ഇപ്പോൾ മൂത്ത ആളാണെങ്കിൽ 3 പേരുടെയും കാര്യങ്ങൾ നോക്കിക്കോളും. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഒക്കെ അവരുടെ പഠിപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ കൺട്രോൾ ചെയ്യും. അവർ 4 പേരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അപ്പോൾ എനിക്കതൊരിക്കലും ഒരു ബർഡനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കൂടുതലും മക്കളാവുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് 4 പെൺകുട്ടികളെന്ന് പറയുമ്പോൾ നല്ല രസമാണ് വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ട്. എൻ്റെ മമ്മിക്ക് പിന്നെയും കൂടുതൽ മക്കളായി കഴിഞ്ഞാൽ എങ്ങനെ വരാൻ വളർത്തുന്നൊക്കെ ഒരു ആകുലത ഉണ്ടെങ്കിലും പക്ഷെ ഓരോ മക്കളാവും തോറും അവർ ഹാപ്പിയാണ്, അവരത് ആസ്വദിക്കുന്നുണ്ട്. ഈ വ്യാവലാദികളും അസ്വസ്ഥതകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു പോകുന്നുണ്ടെങ്കിലും ഇത് അതിനൊക്കെ തമ്പരാൻ ഒരു കൃപയാക്കി മാറ്റുകയാണ്. അവരും വളരെ എനർജറ്റിക് ആയിട്ട് ഓടി നടക്കുന്നൊരു. ഇപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ കസിൻസിൻ്റെ അടുത്തൊക്കെ പറയും, ഞാൻ മമ്മീനെ ഇങ്ങനെ നിത്യ യൗവനത്തിൽ കൊണ്ട് നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ അതിനെ കൊടുത്ത് മമ്മി മക്കളുടെ പിന്നാലെ നടക്കുമ്പോൾ മമ്മി വളരെ ഉഷാറായിട്ടാണ് നടക്കണേന്നാണ് പറയും. മമ്മിയും പപ്പയും ഇവരെന്നെ എപ്പോഴും കൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ മാതാപിതാക്കൾ നമ്മൾ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഈ മക്കളുള്ളതിൻ്റെ പേരിലായിരിക്കും കൂടുതലും. കാരണം മക്കളുണ്ടാവും തോറും അവർക്ക് അടുപ്പങ്ങൾ കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ പഠനത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ദിവസം പോലും അധികം ലീവ് എടുക്കേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു. 10ാമത്തെ ദിവസം ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തു. അപ്പം അതിൽ കൂടുതൽ ലീവിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം മൂത്ത മോളെ കുത്തിവയ്പ്പിനൊക്കെ കൊണ്ടുവരുന്ന ചേട്ടൻ ബസ്സിൽ ഒറ്റയ്ക്ക് തീരെ കുഞ്ഞായിരുന്നപ്പോൾ ആ നവജാത ശിശുവിനെ കൈ പിടിച്ചുകൊണ്ട് പോയി ബസ്സിലെ ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടനോട്, കുഞ്ഞിനെ അടിച്ചു മാറ്റി വരിക എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ അത്രയ്ക്ക് എന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവസാനം PhD പഠനത്തിൻ്റെ ഇടയിലാണ് ബാക്കി 2 പേര്. എൻ്റെ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പുരാൻ്റെ കൃപ എപ്പോഴും കൂടെയുണ്ട്. അതിന് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് എനർജി ഒക്കെ തരും. അതിൻ്റെ പേരിൽ ഒരിക്കലും എനിക്ക് കൂടുതലായിട്ട് ക്ഷീണോ ഒന്നും ഉണ്ടായിട്ടില്ല. 4ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കോവിഡ് പോസിറ്റീവായിരുന്നു. ലേബറിൻ്റെ സമയത്താണെങ്കിൽ പോലും കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഒരുപാട് സങ്കീർണതകളുണ്ട്. അപ്പോൾ ആദ്യത്തെ മോള് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ പിന്നത്തെ 3 നോർമൽ ഡെലിവറിയാണ്. അപ്പോൾ അവസാനത്തത് നോർമൽ നോക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത് കോവിഡ് പോസിറ്റീവ് ആയത് കാരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഡോക്ടറും ഞങ്ങളുടെ കൂടെ നിന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ജീസസ് യൂത്ത് ആണെന്ന് എനിക്കറിയാം. കാരണം അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ കാണുമ്പോൾ അറിയാം നിങ്ങൾ പ്രോ ലൈഫറാണ് എന്ന്. 4ാമത്തെ കുഞ്ഞിനെ എടുത്തിട്ട് അത് പെൺകുട്ടിയാണെന്ന് പറയാൻ ഡോക്ടർക്ക് ആകെ സങ്കടം. എന്നിട്ട് ഡോക്ടർ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭാവഭേദം ഇല്ലാതായപ്പോൾ അവർ നേരെ ചോദിച്ചു, നിങ്ങൾ പ്രോ ലൈഫറാണല്ലേ, കൂടുതൽ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെൺകുട്ടി ആയതുകൊണ്ട് ഒരിക്കലും എനിക്കതിലൊരു സങ്കടം തോന്നിയിട്ടില്ല. 4 പെൺകുട്ടികൾ, അനിയൻ്റെ മോളും കൂടെ കൂട്ടി 5 പെൺകുട്ടികൾ. വീട്ടിൽ നല്ല രസമാണത്. അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും പറ്റൂ. 2 അനിയന്മാരുണ്ട്. 2 അനിയന്മാർക്കും ഓരോ പെൺകുട്ടികൾ. അത് ഇപ്പം ആദ്യത്തെ 6 പേരും പെൺകുട്ടികളായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ വന്ന ആൾ മാത്രമാണ് ആൺകുട്ടികൾ. അപ്പോൾ ഈ 6 പേരും താഴെയുള്ള അനിയൻ്റെ കൊച്ചുകൂടെ വരുമ്പോഴും ഇവർ ഒരുമിച്ച് നടക്കുന്ന ഒരു സുഖമാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത 4ാമത്തെ ആൾ അല്ലെങ്കിൽ 3ാമത്തെ ആളൊക്കെ ആകുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആൺകുട്ടിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ നമ്മളത് എതിർത്ത് പറയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഏത് കൊച്ചാണെങ്കിലും സ്വീകരിക്കുക എന്നുള്ള ഒരു ഉറപ്പോട് കൂടി പോകണം. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് കിട്ടിയില്ല അല്ലേ, ഇപ്രാവശ്യം കിട്ടിയില്ല അല്ലേ എന്നുള്ളതാണ്. നമ്മൾ പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ പോലും നമ്മളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. നമ്മളത് പെൺകുട്ടി ആവണമെന്നോ ആൺകുട്ടി ആവണമെന്നോ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക പോലും നമ്മൾ ചെയ്തിട്ടില്ല. ആരായാലും അങ്ങനെ കിട്ടണം എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ കൂടുതലും അത് ഉപയോഗിക്കുന്നത് ബർത്ത്ഡേസ് വിഷ് ചെയ്യാനും കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലും ജോലിയുടെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസ് കൺവേ ചെയ്യാനാണ്. പിന്നെ അത് മാത്രമായിട്ട് നോക്കിയിരിക്കുന്ന ഇപ്പോൾ അങ്ങനൊരു പ്രകൃതം ഇല്ല, എനിക്കുമില്ല, ജസ്റ്റ് എനിക്കുമില്ല. നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ
കോൺസെൻട്രേറ്റ് ചെയ്യുന്ന TV പ്രോഗ്രാം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങാനും ചിലപ്പോൾ ഒരു മുടക്കൂസൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മൊബൈലോ അങ്ങനെ കൂടുതൽ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല. കോവിഡിന്റെ സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ കൊടുത്തിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് കൂടുന്നതല്ലാണ്ട് അധികം സമയം അവരത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വരുന്നത് ചെറിയ ആൾക്കാർ കാർട്ടൂൺ കാണാനാണ്. അപ്പോൾ അതിന് മൊബൈൽ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല. അത് TV-യിൽ ഇപ്പോൾ പൊതുവായിട്ട് കാർട്ടൂൺ ഇവിടെ വെച്ചിട്ട് അവർ ഒരുമിച്ചിരുന്ന് കാണാം. 4 പേരും കൂടെ അവരുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് സമയം ഇരുന്ന് കാണാറുണ്ട്. മൂന്നാമത്തെ ആളൊക്കെ ചിലപ്പോൾ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 45 മിനിറ്റ് പിടിക്കും നിർത്താനായിട്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടറിഞ്ഞതിനനുസരിച്ച് ഒരു കൺട്രോൾ നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തത്. അല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമുക്കത് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ നമുക്ക് പറയാം നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരോടണ്ടി അവർക്ക് അതിനേക്കാളും പ്രാധാന്യമാണ് നമ്മുടെ കൂടെ പുറത്തേക്ക് പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. വളരെ ഹാപ്പിയാണ് ശരിക്കും വലിയ കുടുംബം എന്ന് പറയുന്നത്. കൂടുതൽ മക്കൾ വരുംതോറും വീട്ടിലെ അംഗസംഖ്യ കൂടുന്തോറും അതൊരു സന്തോഷമാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കാനും എല്ലാവരെയും ഒരുപോലെ കൂടെ കൊണ്ടുപോകാനും ഇപ്പോൾ പുറത്തേക്ക് ഒന്ന് പോകാനാണെങ്കിൽ പോലും പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ കാശ് മുടക്കിയിട്ടുള്ള പോക്കൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട്. ജസ്റ്റ് ആ പുഴയുടെ അടുത്ത് പോയി ഇരിക്കാനാണെങ്കിലും ഇതിപ്പോൾ ഞങ്ങൾ 6 പേരും കൂടി ഇരിക്കുമ്പോൾ അത് ശരിക്കും മറക്കാനാവാത്ത ഓരോ നിമിഷമാണ്. ആ നിമിഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം നല്ല ചലഞ്ചുണ്ട്. പ്രത്യേകിച്ചും ഞാനൊരു വർക്കിംഗ് പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ ശരിക്കും അമ്മമാർ വീട്ടിലിരിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും അമ്മയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അമ്മയ്ക്ക് സഹകരിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ വലിയ കുടുംബങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ പാരൻസ് വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നൈറ്റൊക്കെ ആകുമ്പോഴും പിള്ളേർക്ക് അസുഖങ്ങൾ വരുമ്പോഴും ഒക്കെ പിള്ളേരെ ഇട്ടിട്ട് പോകുമ്പോൾ ജോലി തന്നെയാണ് ഏറ്റവും അവിടെ ഒരു വില്ലനായിട്ട് വരുന്നത്. പിള്ളേരുടെ കൂടെ സമയം ചെലവഴിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അതിൻ്റെ ഇടയിൽ പഠനവും ക്ലാസ്സും അസൈൻമെൻറ്റ്സും ഒക്കെ കൂടെ വരുമ്പോൾ ആകെ ചില സമയത്തൊക്കെ സ്ട്രെസ് ആവാറുണ്ട്. അല്ലാത്തൊരു ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം പിള്ളേരുടെ അടുത്തും കാണിച്ചു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചസ് എന്ന് പറയാനായിട്ടുള്ളത് ഇവരുടെ ഒരു മാനസിക വളർച്ചയിൽ ഒരു പക്ഷേ നമുക്കൊപ്പം ഇപ്പം ജസ്റ്റിനെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊപ്പം നിൽക്കാൻ പറ്റണില്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവർ 4 പേരും പെൺപിള്ളേരായതുകൊണ്ട് ഇവരുടെ മുടി കെട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. നമ്മളത് മുടിയൊക്കെ പിടിക്കുമ്പോഴേക്കും ഇവർ ഓളിയിട്ട് ബഹളം ഉണ്ടാക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു ചലഞ്ചാണ്. പെൺപിള്ളേരാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളിലെ ഇപ്പം പിതാവ് എന്ന രീതിയിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് കുറേ ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ഇവർ വലുതാവും തോറും. അപ്പോൾ അതൊരു ചലഞ്ചാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി പേരൻസ് വീട്ടിലില്ലാത്തത്, എൻ്റെ പേരൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അവർ സപ്പോർട്ടീവാണ്. പക്ഷെ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നടന്നു പോവുകയാണെങ്കിൽ പോലും നമ്മുടെ സന്തോഷത്തിനൊപ്പം തന്നെ നാട്ടുകാർ മുഴുവൻ സന്തോഷിക്കും. നമ്മുടെ കൂടെ പോകുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട് എന്ന് കണ്ട് അവരുടെ മുഖത്തും അത് ദേഷ്യമോ പുച്ഛമൊന്നുമല്ല, അവർ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളിവിടെ പുഴയുടെ അവിടേക്ക് ചെന്നിരിക്കുമ്പോൾ എല്ലാവരും നമ്മളതിനെ ശ്രദ്ധിക്കും. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ ആദ്യം ഞാനാണ് കയറണമെങ്കിൽ എൻ്റെ മുഖത്തുനിന്ന് തൊട്ട് ഏറ്റവും ബാക്കിൽ വരുന്ന ആളുടെ മുഖത്തേക്ക് ഇവരുടെ കണ്ണിങ്ങനെ ഓടുന്നത് നമ്മൾ കാണാം. പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ 4 മക്കൾ മാത്രമായിട്ടല്ല പോവാറ്, അനിയൻ്റെ മക്കളും കൂടി ഉണ്ട്. അപ്പോൾ തന്നെ ഒരു വലിയൊരു റാലി ഇങ്ങനെ പോണ പോലെയാണ്. കാറ്റഗിസത്തിന് പോകാൻ 4-ാമത്തെ ആൾ പോയി തുടങ്ങിയിട്ടില്ല. ബാക്കി 3 ആളും കാറ്റഗിസത്തിന് പോകാൻ വലിയ താല്പര്യമാണ്. ചേട്ടനും കാറ്റഗിസ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് പോയി കാറ്റഗിസ് പഠിക്കാനും ടീച്ചേഴ്സ് എല്ലാവരും വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതിനോട് വലിയ താല്പര്യമുണ്ട്. അതിനേക്കാൾ കൂടുതൽ അവരുടെ സ്കൂളും 4 പേരും പഠിക്കുന്ന ഒരേ സ്കൂളിലാണ്. സ്കൂളിൽ നിന്ന് വളരെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ആത്മീയ അടിത്തറ തന്നെ കുട്ടികളിൽ ഞങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസ് സ്കൂളിൽ നിന്നുണ്ട്. എല്ലാ മാസവും അവിടെ കുമ്പസാരമുണ്ട്, വിശുദ്ധ കുർബാന സ്കൂളിലുണ്ട്. അപ്പോൾ കുമ്പസാരിക്കാൻ ഞങ്ങൾ പ്രത്യേകിച്ച് പിന്നെ പിള്ളേരോട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അതിൻ്റെ ഒരു ബേസ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ 7 മണിക്കൂറോട് നമസ്കാരം നമ്മൾ കർത്താവിനെ പറയാം, കുരിശുമണി കൊട്ടുമ്പോൾ കർത്താവിനെ പറയാം. അത് അങ്ങനെ ഒരു ഹാബിറ്റ് ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം ദിവസങ്ങളിൽ അവരത് മുടങ്ങാതെ തന്നെ മൂത്താൾ ഗൈഡ് ചെയ്യും, മൂത്താൾ എല്ലാവരും വിളിച്ച് അത് ചെയ്യും. കുടുംബ പ്രാർത്ഥന സാധാരണ രീതിയിൽ 8:30-ക്കാണ്. ഇനി അഥവാ സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വൈകും.
തീരെ വൈകി കഴിഞ്ഞ് പറഞ്ഞ മാതിരി പ്രാർത്ഥന ചുരുക്കിയിട്ട് അങ്ങനെയുള്ള നിമിഷങ്ങളും ഉണ്ട്. പക്ഷേ ഇവർ എത്ര ഉറങ്ങുകയാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് അവർ വന്ന് പ്രാർത്ഥിക്കും. പിന്നെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഈ വിശ്വാസ പരിശീലനം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇവരെ തന്നെ ദൈവമുണ്ട് എന്ന് തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നല്ലൊരു ചലഞ്ച് നമ്മൾ എൻ്റെ മക്കളിലും ഞാൻ വിശ്വാസ പരിശീലനം കൊടുക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ മറ്റു പിള്ളേരിലാണെങ്കിലും നല്ലൊരു ചലഞ്ചസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ നിന്ന് ഇവർ ഒരുപാട് കാര്യങ്ങൾ പകർന്നെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 96 തൊട്ടാണ് ജീസസ് യൂത്തിൽ വർക്ക് ചെയ്യുന്നത്. അന്ന് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുന്നതും അവരത് എന്താ പറയുക, അവർ ഇഷ്ടപ്പെട്ട് കേൾക്കുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യാം. അത് ഇവരുടെ ഓരോ പെരുമാറ്റത്തിന് നമുക്കത് കാണാനും ഉണ്ട്. അത് സ്പിരിച്വലി നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ലൈഫിൽ നിന്ന് അവർ പകർത്തുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ മിക്കവാറും ഞങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അത് വളരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പിന്നെ അവരുടെ ഓരോ സ്വഭാവത്തിലും ആ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പം വിശ്വാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മളിൽ നിന്നും അവർ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. പെട്ടെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് വളരെ സപ്പോർട്ടീവാണ്. പിന്നെ ഭയങ്കര സ്നേഹമാണ്. ഫ്രെഡ് ചേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. മറ്റൊരാള് വിഷമിച്ച് കാണുന്നത് ഇഷ്ടമല്ല. നല്ല ക്ഷമയുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ചാടിക്കറി മറുപടി പറയില്ല. ആരുമായിട്ടും ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ മോട്ടിവേറ്റ് ചെയ്ത് പൊതുവെ കള്ളം പറയില്ല. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. നമ്മൾ ആദ്യം ഫോട്ടോ ആണ് കാണുന്നത്. ഞാൻ ഗൾഫിലുള്ളപ്പോഴാണ് കാണുന്നത്. ഫോട്ടോ ആണ് കണ്ടത്. അപ്പോൾ ഫോട്ടോ എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തികരമല്ലെങ്കിലും ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ ഇവിടെ നാട്ടിൽ പോയി കണ്ട് അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ലല്ലോ വീട്ടിൽ. അങ്ങനെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നത് അവൾ പഠിക്കുന്ന കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. അന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാണ്. ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ബൈബിൾ എടുത്തു നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം, ഞാൻ തിരഞ്ഞെടുത്തവൻ ഇവനാണ് എന്ന് ഒരു വചനമായിരുന്നു. എന്നെ സംബന്ധിച്ച് കൂട്ടുകുടുംബമാണ് ഇഷ്ടം. നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മാറേണ്ടി വന്നതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് സഹോദരങ്ങളും അപ്പനും അമ്മയും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഒരു രീതിയിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ തൃശ്ശൂർക്ക് വന്നതാണ്. സംസ്കാരപരമായും രീതികളും എല്ലാം വ്യത്യാസമാണ്. പക്ഷേ എന്നെ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെ സ്വീകരിച്ചു. എനിക്കും എൻ്റെ അപ്പനെയും അമ്മയെക്കാളും കൂടുതൽ എനിക്ക് ഇവിടെ പപ്പയും മമ്മിയായിട്ടും ചേട്ടനുമായിട്ടും ഒക്കെ എല്ലാവരെയും പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇത്രയും 4 മക്കൾ തന്നെ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മുടക്കുള്ള ദിവസമാണെങ്കിൽ എൻ്റെ മക്കൾ തന്നെ എൻ്റെ ഫാദറിനെയോ മദറിനെയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇത് ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ അത് നടക്കുമല്ലോ. അവർ വളരെ ഭംഗിയായിട്ട് അവരുടെ മക്കളെ പോലെ ഇറങ്ങും. പിന്നെ അവരൊരു ഷെയറിങ് മെൻറ്റാലിറ്റി ഇതൊക്കെ മക്കളിൽ വളരുന്നതും ഇങ്ങനൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഒരു ടെൻഷനും ഇല്ല. പിള്ളേരുടെ കാര്യമാണെങ്കിലും എല്ലാം മമ്മി നോക്കും, അല്ലെങ്കിൽ അനിയത്തി നോക്കും. അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ വീട് മാറിക്കഴിഞ്ഞപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഷോൾഡറിൽ വരുമ്പോൾ വല്ലാത്തൊരു സ്ട്രെസ് വരിക. അപ്പോൾ താങ്ങാൻ ആരുമില്ല എന്നൊരു തോന്നൽ. പക്ഷെ അപ്പനും അമ്മയും കൂടെയുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളെപ്പോഴും കുട്ടികളാണ്. 96 ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു ഭാഗമായി ജീസസിലേക്ക് വരുന്നത്. 96 സിക്കാർ 96 എന്നൊരു പ്രോഗ്രാമിലൂടെ വരുന്നത്. അവിടെ നിന്ന് തൊട്ട് നമ്മൾ ആ ഒരു പില്ലറാണ്, ആ 6 പില്ലേഴ്സാണ് ഫോളോ ചെയ്യുന്നത്. അതിലെ ഗ്യാതറിങ് എന്ന് വെച്ചാൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റുമായിട്ടുള്ള ഗ്യാതറിങ്ങിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കുറച്ച് വ്യത്യസ്തമുള്ള മറ്റ് പള്ളിയിൽ വരുന്നത്. അതായത് നമ്മുടെ ഇടവക പള്ളിയിൽ വരുന്ന ഗ്യാതറിങ്ങുകളിലൊക്കെ നമ്മളിപ്പോഴും സജീവമായിട്ടുണ്ട്. ഈശോയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവൻ സമയം ബന്ധമുണ്ട്. ഞാനിപ്പോൾ അടുക്കളയിൽ പണി ചെയ്യുവാണെങ്കിലും എല്ലാം ഈശോയോട് പറഞ്ഞിട്ടാണ് ചെയ്യാറ്. എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാനിത് ചെയ്യുന്നുണ്ട്, തെറ്റൊന്നും പറ്റില്ലേ, ഞാൻ കാരണം മറ്റൊരാൾ വേദനിക്കാൻ ഇടവരരുതെന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും ചെയ്യാറ്. പിന്നെ അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥന കുറവാണ്. എന്നാൽ ഈശോ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എല്ലാ
എല്ലാ വെക്കേഷനിലും പോകുന്നുണ്ട്, യാത്രകൾ പോകും. പിന്നെ അതുമാതിരി എല്ലാ മാസം ഒരു ദിവസം ജസ്റ്റ് ഒരു ഔട്ടിങ്. അത് ഞാൻ എൻ്റെ ഫാമിലി മാത്രമല്ല, അനിയൻ്റെ ഫാമിലിയും മമ്മി പപ്പയും പോരുന്നുണ്ടെങ്കിൽ അവരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. വിവാഹ ജീവിതം ദൈവം യോജിപ്പിക്കുന്നതാണ്. നമുക്കുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഈശോയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മാനദണ്ഡങ്ങളെന്ന് പറയുന്ന പഠിപ്പോ സൗന്ദര്യമോ പ്രൊഫഷനോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അതൊന്നും ആയിരിക്കില്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടതായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുന്നത് 29ാമത്തെ വയസ്സിലാണ്. എനിക്ക് ആ 29ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുള്ള 1-2 വർഷം കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, 29ാമത്തെ വയസ്സിലല്ല, ഒരു 25-ഓ 26-ഓ വയസ്സിൽ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ അതിനുശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ഫ്രീഡവും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക്, കാരണം അതുമാതിരിയുള്ള ഒരു ജീവിത പങ്കാളിനെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫ് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ വളരെ സന്തുഷ്ടനുമായിരുന്നു. കുറേ വ്യത്യാസങ്ങളുണ്ട്, രീതികളെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എനിക്ക് മമ്മിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ മമ്മിയുടെ എല്ലാ കാര്യങ്ങളും അതോടുകൂടി ചേർന്ന് പോകാൻ പറ്റി. എനിക്ക് പറയാനുള്ളത്, അവർ എന്തായാലും വേറൊരു വ്യക്തിയാണ്, വേറൊരു സാഹചര്യമാണ്. പക്ഷേ നമുക്കാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, കൂടുതൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം പ്രായം കുറച്ച് കൂടിക്കഴിയുമ്പോൾ അവർക്ക് പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാറാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്യുവാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട്, തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്രശ്നങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ നമുക്കതിൽ ലയിച്ചു ചേരാൻ പറ്റും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൊക്കെ വരുന്ന കുട്ടികളോട് ഒരു ACC കഴിയുമ്പോഴേക്കും ഞാൻ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക, ജോലി കിട്ടിയ ഉടനടി വിവാഹം കഴിക്കാനായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നത്. എനിക്കിപ്പോൾ 4 പിള്ളേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനത്തോടു കൂടി മൂത്തയാളെ ഏൽപ്പിക്കാം. അപ്പം അവളാണിപ്പം ഇവളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, പഠനത്തിൻ്റെ കാര്യത്തിൽ. അല്ലാതെ ശരിക്കും എൻ്റെ മനസ്സിലുണ്ട് അവരുടെ കൂടെ എനിക്ക് അധികം സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കളയിൽ പണി തീർത്തിട്ട് കഴിവതും സമയം അവരുടെ പഠിത്തം കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും ഞാനും ഫ്രീ ആയിട്ട് അവരുടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഭാര്യയുടെ അപ്പനമ്മയാണെങ്കിലും എൻ്റെ അപ്പനമ്മയാണെങ്കിലും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വരെയുള്ള ഇന്ന് വരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ഈവൻ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പനമ്മയാണ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് ജോലി കിട്ടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം അവരെന്നെ നമ്മൾ കൈവിടുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പം എൻ്റെ ഒരു ജോലിയുടെ സ്വഭാവം അനുസരിച്ച് എല്ലാ മാസവും 1-2 തവണ എൻ്റെ ഭാര്യ വീട്ടിൽ പോവുകയും, വൈഫ് ഇല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അവരേനെയും കൂടി എൻ്റെ വീട്ടിൽ നിർത്തണം എന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാദറിനെയും മദറിനെയും അവരുടെ 2 പേരെ ഒരുമിച്ച് വീട്ടിൽ നിർത്തണം എന്നുള്ളതാണ് ചെയ്തതും. അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിലെ റൂമുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. 0.5 കൊടുക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 5 പൈസ പോലും കുറവില്ലാണ്ട് ഞാൻ കിട്ടുന്ന സാലറി എത്രയാണോ അത് കൃത്യമായിട്ട് അപ്വേർഡ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു അക്കൗണ്ടിലേക്ക് മാറ്റും. 2 പേരെയും കൂടി ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് അത് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയോട് കൂടിയിട്ട് തന്നെ കൊടുക്കാവുന്ന രീതിയിലാണ് ഞാനത് ക്രമീകരിച്ചത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് ഞാൻ ആ പൈസ കുറവില്ലാണ്ട് എല്ലാ ദിവസവും കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ പള്ളിയിലെ വിശ്വാസ പരിശീലകനാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ക്ലാസ് ഇപ്പോൾ സ്പയർ ടീച്ചറായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ. അതുപോലെ ലോഗോസ് കിസ്, അതുമാതിരി കാറ്റിസം യൂണിറ്റുകളുടെ വിസിറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളിലും ഇടവക പള്ളിയിൽ വളരെ ഭംഗിയായിട്ട് എന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സംഘടനാ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരുമിച്ച് ധ്യാനങ്ങൾക്ക് പോകാറുണ്ട്. ഈ കോവിഡിന് ശേഷമാണ് അതിൽ കുറച്ച് കുറവ് വന്നത്. ഇപ്പോൾ മക്കളെ കൊണ്ട് പോയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മക്കളെ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ 2 പേരും മാത്രമായിട്ട് പോയി അറ്റൻഡ് ചെയ്ത് വരെ ചെയ്തത്. പിന്നെ ഇവരെന്നെ പരമാവധി നമ്മൾ പള്ളികളിൽ വരുന്ന ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും അതുമാതിരി ധ്യാനങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കും. പക്ഷെ അവരെന്നെ ഇപ്പോൾ വേറെ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ജീസസ് യൂത്തിൻ്റെ ഇങ്ങനത്തെ ടീൻസിൻ്റെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള 2 പേരെ വിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം
ഉണ്ടായിട്ടില്ല. കുരിശുമല കയറാൻ പോകാറുണ്ട്. അതൊക്കെ പിള്ളേർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ സ്കൂളിൽ എല്ലാ വർഷവും ഒരു ധ്യാനമുണ്ട്. മൂത്ത കുട്ടിക്കാണെങ്കിൽ അവിടെ താമസിച്ചിട്ട് തന്നെയുള്ള ധ്യാനം ഒരു 2 ദിവസത്തേത്, 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ സ്കൂളിൽ നിന്നും ധ്യാന പരിപാടികൾ അവർക്ക് കിട്ടുന്നുണ്ട്. രാവിലെ എനിക്ക് എണീറ്റ ഉടനെ കുറച്ച് പണികളുണ്ട്. അടുക്കള പണികൾ കുറച്ചൊന്ന് തീർത്ത് വെച്ചിട്ട് വേണം കുർബാനയ്ക്ക് പോകാനായിട്ട്. 6 മണിയാകുമ്പോഴേ പിള്ളേരെ വിളിക്കാറുള്ളൂ. അതിനു മുമ്പ് ഏകദേശം അടുക്കളയിലെ പണിയെല്ലാം കഴിയും. എന്നിട്ട് 6:30 കുർബാനയ്ക്ക് പോവും. ചെറിയവരെ നിർബന്ധിക്കാറില്ല. മൂത്തവർ 2 പേരും എന്തായാലും വരും. അവർ ചെറുപ്പം മുതലേ അവർ എല്ലാ ദിവസവും വരും. 3ാമത്തെ ആൾക്ക് കുറച്ച് മടിയാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല. അവളോടും പറഞ്ഞിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കുർബാന മുടക്കാൻ പാടില്ല. അതുവരെ അവൾ എണീക്കുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ള ഇതിലാണ്. അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ കുർബാനയ്ക്ക് പോവും. കുർബാന കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമാവും. ഫുഡ് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ പോകും. പിന്നെ ചേട്ടനും പിള്ളേരുമായിട്ടുള്ള ഇതാണ്. പിള്ളേരെ സ്കൂളിൽ വണ്ടിയിൽ കയറ്റി വിടുന്നതൊക്കെ ചേട്ടനാണ്. ഇന്നത്തെ തലമുറയിൽ ഇപ്പം ഞാൻ പലരായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പലർക്കും വിവാഹിതരാവാനായിട്ട് താല്പര്യമില്ല. ലിവിങ് ടുഗദറിലേക്കാണ് കൂടുതൽ. ലിവിങ് ടുഗദറിൽ പോയി വളരെ വിശ്വസ്തരായിട്ടുള്ള പേഴ്സണെ കിട്ടുമ്പോൾ മാത്രമാണ് ഒരു ലൈഫിലേക്ക് അവർ വരണം എന്നൊക്കെയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണ്. ഇപ്പം നമ്മൾ യാത്രയിലാണെങ്കിലും ഒക്കെ കാണുന്നവർ പറയുന്നത് നമ്മൾ നന്നായി അറിഞ്ഞ് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു ലൈഫിലേക്ക് പോകണമെന്ന്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഒരു മാരേജ് ചെയ്ത് ഒരു വിവാഹം കഴിച്ച് മക്കളൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവം. അത് അനുഭവിച്ചതിന് ശേഷമാണ് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബജീവിതത്തിൻ്റെ മാറ്റം കൂട്ടുന്നത് തീർച്ചയായും മക്കൾ തന്നെയാണ്. അപ്പം മക്കളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ത്യജിക്കേണ്ടി വരുന്നില്ല. ശരിക്കും എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ഇതെല്ലാം മക്കളോടൊപ്പം തന്നെ അത് ആസ്വദിച്ച് തുടങ്ങുമ്പോഴാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പലപ്പോഴും തോന്നും അതൊരു വെല്ലുവിളിയാണ്, ആ ഒരു ജീവിതം സന്തോഷകരമില്ല എന്ന്. പക്ഷെ അത് അനുഭവിക്കുന്ന ഞങ്ങൾ പറയുവാണ് അത് അത്രയും സന്തോഷമുള്ളൊരു ജീവിതമാണ്.